ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇത് ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. 2025 ജനുവരി 29 മുതൽ അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം 2025 ഏത് സംസ്ഥാനത്താണ് നടക്കുക? ഹരിയാന. 2025 ജനുവരി 29 മുതൽ അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം 2025 ഹരിയാനയിലാണ് നടക്കുന്നത്. 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് ദുബായ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായ സ്ഥലം ദുബായ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസ് കെട്ടിട പെർമിറ്റുകൾക്കും അധിക ഫീസ് ഈടാക്കുന്നത് ഏത് പേരിലാണ്? ഡിജിറ്റൽ കോസ്റ്റ്. മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസ് കെട്ടിട പെർമിറ്റുകൾക്കും അധിക ഫീസ് ഈടാക്കുന്ന ഏത് പേരിലാണ്? ഡിജിറ്റൽ കോസ്റ്റ്. സെബി ആരംഭിച്ച ഏറ്റവും കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് തുകയാണ് 250 രൂപ. കതിർ ആപ്പ് എന്നുള്ളത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ കതിർ ആപ്പ് 2.0 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കതിർ. കതിറിൻ്റെ പൂർണ്ണരൂപം കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. കേരള കർഷക ദിനം എന്നാണ് ചിങ്ങം 1. അതേ ദിവസം തന്നെയാണ് കതിർ നിലവിൽ വന്നത്. കാലാവസ്ഥാ വിവരങ്ങൾ, മണ്ണ് പരിശോധന, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ, കൃഷി സംബന്ധമായ വിദഗ്ധോപദേശം തുടങ്ങിയവയാണ് കതിർ വഴി ലഭ്യമാകുന്ന സേവനങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഗോവയ്ക്ക് ഓൾറെഡി തന്നെ സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനമായിരുന്നു ഗോവ. അല്ലാതെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ല ഗോവയ്ക്ക് സിവിൽ കോഡ് നിലവിൽ വന്നത്. ഏക സിവിൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വിവാഹത്തിനും വിവാഹമോചനത്തിനും എല്ലാ കാര്യത്തിനും ഒരേ നിയമമായിരിക്കും. എല്ലാ ജാതി മത വർഗ വ്യത്യാസമനുസരിച്ച് എല്ലാവർക്കും ഒരേ നിയമമുള്ളതാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏക സിവിൽ കോഡിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 44. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടർബറോ. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടർബറോ. ഇനി അടുത്ത സർപ്പ ആപ്ലിക്കേഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സർപ്പ ആപ്ലിക്കേഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പാമ്പ് കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? സർപ്പ ആപ്ലിക്കേഷൻ. പാമ്പുകളെ കണ്ടാൽ ഉടൻ സർപ്പ ആപ്പിലൂടെ വനം വകുപ്പിനെ അറിയിക്കാൻ പരിശീലനം ലഭിച്ച സ്നേക്ക് ഹാൻഡ്ലേഴ്സ് എത്തി പിടികൂടും. BFOയ്ക്ക് സർപ്പ ആപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കതിർ ആപ്പും സർപ്പ ആപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്ന് ഓർത്ത് വെച്ചേക്കുക. തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ICC അവാർഡുകൾ 2024 മികച്ച അമ്പയർക്കുള്ള അവാർഡ് നേടിയത് റിച്ചാർഡ് ഇല്ലിംഗ്വർത്തിനാണ്. ICC അവാർഡ് 2024 എന്തിനുള്ളതാണ് കിട്ടിയത്? മികച്ച അമ്പയർക്കുള്ള. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപാരം തടയുന്നതിനായി കേരള സംസ്ഥാനത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്? വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. വിഴിഞ്ഞത്ത് നടത്തുന്ന ഏഷ്യയും യൂറോപ്പിനെ ബന്ധിപ്പിക്കുന്ന ജേഴ്സ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പലാണ് MSC മിയ. വിഴിഞ്ഞത്ത് എത്തുന്ന ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഴ്സ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യത്തെ കപ്പലാണ് MSC മിയ. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ ആരാണ് പ്രകാശനം ചെയ്തത്? അമിത്ഷാ പ്രകാശനം ചെയ്ത ബുക്ക് ഏതാണ്? ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി 30.
മഹാത്മാഗാന്ധിയുടെ ചരമദിനമായ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ്? NDT ലോക്കർ. സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരാണ് NDT ലോക്കർ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.